കേരളത്തിന്റെ അടുത്ത 25 വർഷത്തെ വികസന ദിശ നിർണ്ണയിക്കുന്നതിന് നഗരനയം രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. തദ്ദേശ സ്വയംഭരണ വകുപ്പ് തയ്യാറാക്കിയ കരട് നഗരനയത്തിന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. 2 വർഷം നീണ്ടുനിന്ന തുടർച്ചയായ പ്രവർത്തനങ്ങളുടെ ഒടുവിലാണ് രാജ്യത്ത് ആദ്യമായി ഇത്തരമൊരു നയം തയ്യാറാക്കുന്ന സംസ്ഥാനമായി കേരളം മാറുന്നത്. 2023-24 സംസ്ഥാന ബജറ്റിലാണ് സർക്കാർ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. നഗരനയ കമ്മീഷന്റെ കണക്ക് പ്രകാരം 2050ഓടെ കേരളം 80% നഗരവൽക്കരിക്കപ്പെട്ട സംസ്ഥാനമാകും. പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലടക്കം നടക്കുന്ന നഗരവികസനത്തെ ശാസ്ത്രീയമായി സമീപിക്കുന്നതിനുള്ള അടിസ്ഥാന രേഖയായിരിക്കും സർക്കാർ തയ്യാറാക്കിയിട്ടുള്ള നഗരനയം. നഗരവൽക്കരണത്തെ കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനുള്ള സമീപനവും സാധ്യതകളും നഗരനയം മുന്നോട്ട് വയ്ക്കുന്നു. സംസ്ഥാനത്തിന്റെ വികേന്ദ്രീകൃത ഭരണത്തിന്റെയും പങ്കാളിത്ത ആസൂത്രണത്തിന്റെയും പാരമ്പര്യം പിൻപറ്റി ശാസ്ത്രീയ ആസൂത്രണവും സദ്ഭരണവും ഉറപ്പുവരുത്തിക്കൊണ്ട് ക്ലൈമറ്റ് സ്മാർട്ട് നഗരങ്ങളുടെയും പട്ടണങ്ങളുടെയും ഒരു തുടർ ശൃംഖലയാണ് 2050 കേരളം സംബന്ധിച്ച നഗരനയം വിഭാവനം ചെയ്യുന്നത്. എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും നഗരവൽക്കരണം സൃഷ്ടിക്കുന്ന സൗകര്യങ്ങൾ എല്ലാവർക്കും പ്രാപ്യമാവുകയും ചെയ്യുന്ന മാതൃകയാണ് കേരളം സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഉയർന്ന നിലവാരമുള്ള നഗര സൗകര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനൊപ്പം സാമൂഹികവും സ്ഥലപരവുമായ അസമത്വങ്ങൾ കുറയ്ക്കുകയും സാമൂഹിക പിന്തുണാ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുന്നതുമാണ് കേരളത്തിന്റെ നഗരനയം. നിയമങ്ങളിലും സംവിധാനങ്ങളിലും വരുത്തുന്ന പരിഷ്കാരങ്ങൾ, കാര്യശേഷി വികസനവും ഭരണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തലും, ജനകേന്ദ്രീകൃതമായ സേവനങ്ങളും പദ്ധതികളും, അടിസ്ഥാന സൗകര്യ വികസനം, സ്ഥലപരവും തന്ത്രപരവുമായ ആസൂത്രണം എന്നീ വിഷയമേഖലകളായാണ് നയം തയ്യാറാക്കിയിട്ടുള്ളത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.